എന്തുകൊണ്ട് അച്ഛ മാതാവ് ഉത്ഭവഭാവം പോലും ഇല്ലാത്തവളായ? എല്ലാരും പാപികളല്ലേ? വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു ചോദ്യമാണത്. മറിയത്തിന് എന്തുകൊണ്ട് ഉത്ഭവപാപമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉത്ഭവപാപം എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിശാചിൻ്റെ പ്രലോഭനത്തിന് വിധേയരായ ആദവും ഹവ്വയും തങ്ങളുടെ സ്വാതന്ത്ര്യം ദുർവിനിയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ ലംഘിച്ചു. ഇതാണ് മനുഷ്യൻ്റെ ആദ്യ പാപം. തെദ്രോസ് പഠിപ്പിക്കുന്നത് പോലെ നാം എല്ലാവരും പാപത്തോടുകൂടെ ജനിക്കത്തക്ക വിധം ആദം നമ്മിലേക്ക് ആത്മാവിൻ്റെ മരണമാകുന്ന പാപം പകർന്നു തന്നു. അങ്ങനെ ഉത്ഭവത്തിലെ നാം പാപത്തിൻ്റെ അംശം പേറുന്നവരായിട്ട് മാറി. ഇതൊരിക്കലും നമ്മുടെ വ്യക്തിപരമായൊരു തെറ്റിൻ്റെ ഫലമല്ല. എന്നാൽ ഉത്ഭവ പാപത്തിലൂടെ നാം ആഴത്തിൽ മുറിവേറ്റവരായിട്ട് മാറി. മറ്റു മനുഷ്യരുടേതുപോലെ സ്വാഭാവികമായ രീതി അനുസരിച്ചാണ് മറിയത്തിൻ്റെ ജനനവും സംഭവിച്ചത്. വിശുദ്ധ ജോവാക്യമിൻ്റെയും വിശുദ്ധ അന്നായുടെയും ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലമായാണ് മറിയത്തിൻ്റെ ശരീരം രൂപപ്പെട്ടത്. എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോയുടെ യോഗ്യതകൾ പരിഗണിച്ചുകൊണ്ടാണ് ഉത്ഭവപാപത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും മറിയം സംരക്ഷിക്കപ്പെട്ടത്. മറിയം പാപരഹിതയായി ജനിച്ചത് മറിയത്തിൻ്റെ പ്രത്യേക കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പും വിശുദ്ധീകരണവും മൂലമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അന്നായുടെ ഉദരത്തിൽ ഉരുവായ സമയം തന്നെ ദൈവത്താൽ പ്രത്യേകമാം വിധം വിളിച്ച് വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായിരുന്നു മറിയത്തിൻ്റെ ജീവിതം. ഈശോയുടെ യോഗ്യതകളാണ് മറിയത്തെ പാപരഹിതയായി ജനിക്കാൻ വേണ്ടി സഹായിച്ചത്. ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ ഒത്തിരിയേറെ സഹായിക്കുന്നത് വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ ഈ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം നമ്മൾ ഒത്തിരിയേറെ സഹായിക്കും.